മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിദഗ്ധ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടു. ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് ബംഗളൂരുവിലേക്കുള്ള യാത്ര. ചികിത്സയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വേദനിപ്പിച്ചെന്നും ചികിത്സിച്ച ഡോക്ടർമാർക്ക് നന്ദിയെന്നുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഉമ്മൻചാണ്ടി പുറപ്പെട്ട് കഴിഞ്ഞോ? ബംഗളൂരിലേക്ക് തിരിച്ചിട്ടുണ്ടോ? ചികിത്സയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നിലവിൽ എങ്ങനെയാണ്? എന്താണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്? ചികിത്സയെക്കുറിച്ച് കൂടി അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഡൊമസ്റ്റിക് വിമാനത്താവളത്തിലേക്കാണ് അദ്ദേഹമായുള്ള വാഹനം എത്തുന്നത്. അദ്ദേഹം സ്വന്തം ഇന്നോവ കാറിലാണ് വരുന്നത്. ആംബുലൻസിൽ കയറിയില്ല. അദ്ദേഹത്തിന് കാറിൽ വരാമെന്നുള്ള നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കാറിൽ തൊട്ട് പിന്നാലെ ആംബുലൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തി ചാർട്ടേഡ് വിമാനത്തിലാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചാർട്ടേഡ് വിമാനം ത്തിലേക്ക് മാറ്റും. എന്തായാലും അദ്ദേഹത്തിനൊപ്പം 4 പേരുണ്ടാകും. അദ്ദേഹത്തിൻ്റെ നിലവിൽ അദ്ദേഹം ചാണ്ടി ഉമ്മനെ കൂടാതെ 4 കുടുംബാംഗങ്ങളുണ്ടാകും. ചാണ്ടി ഉമ്മനെ കൂടാതെ 4 കുടുംബാംഗങ്ങൾ, കൂടാതെ ഡോക്ടർ, മെഡിക്കൽ ടെക്നീഷ്യൻ, ഫിസിയോതെറാപ്പിസ്റ്റ്, കൂടാതെ കോൺഗ്രസ് നേതാവായ ബെന്നി ബെഹനൻ എന്നിവരാണ് അദ്ദേഹത്തോടൊപ്പം ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. എന്തായാലും അദ്ദേഹത്തെ കാണാൻ ഇപ്പോൾ എയർപോർട്ടിലും കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. മുൻ DCC പ്രസിഡന്റ് അടക്കമുള്ളവർ എയർപോർട്ടിൽ കാത്തു നിൽക്കുകയാണ്. എന്തായാലും നേരത്തെ കരുതിയിരുന്നത് നേരിട്ട് ആംബുലൻസ് ടെക്നിക്കൽ ഏരിയയിലൂടെ എയർ ആംബുലൻസിൻ്റെ അടുത്തേക്ക് പോകുമെന്നായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യനില മെച്ചപ്പെട്ടതാണ്. കുറച്ചുകൂടി അദ്ദേഹത്തിന് അങ്ങനെ ആ രീതിയിൽ നേരിട്ട് പോകേണ്ട ബുദ്ധിമുട്ടില്ല എന്നുള്ള അറിയിപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാർട്ടേഡ് വിമാനത്തിലേക്ക് മാറ്റുകയും നേരെ സാധാരണ യാത്രക്കാർ പോകുന്നത് പോലെ ഡൊമസ്റ്റിക് ടെർമിനലിൻ്റെ ആദ്യ ടെർമിനൽ വഴി അകത്തേക്ക് കയറുകയും ഇതുവഴി നേരെ വീൽ ചെയറിൽ തന്നെ അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്നാണ് നിലവിൽ അറിയുന്നത്. എന്തായാലും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് നേരത്തെ തന്നെ നിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അറിയിച്ചിരുന്നത്. അദ്ദേഹത്തെ ന്യൂമോണിയ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ തിങ്കളാഴ്ച രാത്രിയോടുകൂടി അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം 2 ദിവസത്തെ ചികിത്സ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ന്യൂമോണിയ ബാധയ്ക്ക് ഒരു കുറവ് വന്നിരുന്നു. 4-ാം ദിവസം, അതായത് വ്യാഴാഴ്ച തന്നെ അവർ അറിയിച്ചിരുന്നു ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ന്യൂമോണിയ ഒരു പരിധിവരെ മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും തുടർ ചികിത്സയ്ക്കായി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളത്. എന്തായാലും ബാംഗ്ലൂരിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത് ബാംഗ്ലൂരിലെ HCG ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അത് അറിയപ്പെടുന്ന ഒരു ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണ്. നേരത്തെ ജർമ്മനിയിൽ ചികിത്സ നടത്തിയതിൻ്റെ തുടർ ചികിത്സകളാണ് ഇനി ബാംഗ്ലൂർ ആശുപത്രിയിൽ നടത്തുന്നത്. അവിടെ എത്ര ദിവസം വേണ്ടി വരുമെന്നുള്ള കാര്യം, ചികിത്സയ്ക്ക് എത്ര ദിവസം കഴിയണമെന്നുള്ള കാര്യമൊന്നും ഇപ്പോഴും വ്യക്തമല്ല. കൂടുതൽ പരിശോധനകൾ ഇനി നടത്താനുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ ഇനി നടത്തിയ ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ ചികിത്സ ആരംഭിക്കാൻ സാധ്യതയുള്ളത്. എന്തായാലും നിംസ് ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിക്കുമ്പോൾ ന്യൂമോണിയ ആയിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ന്യൂമോണിയ കൂടാതെ പനിയുണ്ടായിരുന്നു, നല്ല ശ്വാസതടസ്സമുണ്ടായിരുന്നു. അത് ആൻറ്റിബയോട്ടിക്കുകളെല്ലാം നൽകി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പൂർവ്വസ്ഥിതിയിലെത്തിച്ചു. എങ്കിലും ഈ ന്യൂമോണിയ ബാധ മാറി എങ്കിൽ പോലും അതിൻ്റെ ക്ഷീണം അദ്ദേഹത്തിനുണ്ട്. കൂടാതെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ചില ശാരീരിക അസ്വസ്ഥതകൾ, ശബ്ദം നേരത്തെ ഉള്ളതുപോലെ ശബ്ദത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴുമുണ്ട്. അതുകൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ പരസഹായം ഇല്ലാതെ ഒരു നടന്ന് പൂർണ്ണമായി എത്താനുള്ള ഒരു ആരോഗ്യ ബുദ്ധിമുട്ടെല്ലാം അദ്ദേഹത്തിനുണ്ട്. എന്തായാലും അദ്ദേഹം നിംസ് ആശുപത്രിയിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇത്തരത്തിൽ മികച്ച ചികിത്സ നിംസ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ചിരുന്നു. അതുകൂടാതെ മറ്റ് അഭ്യൂഹങ്ങളെല്ലാം ശരിയല്ല, തനിക്ക് ചികിത്സ ലഭിച്ചിരുന്നു, അല്ലാതെ ചികിത്സ നിഷേധിച്ചിട്ടൊന്നുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്തായാലും നേരത്തെ ഈ മാസം തന്നെ അദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ ഈ മാസം 20-ാം തീയതിയോടുകൂടി അദ്ദേഹത്തിന് ബാംഗ്ലൂരിലേക്ക് പോകാൻ നേരത്തെ തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ അതിനു മുമ്പ് ഇത്തരത്തിൽ പരാതികൾ, അദ്ദേഹത്തിൻ്റെ സഹോദരനടക്കം പരാതികൾ ഉന്നയിച്ചതിൻ്റെ കൂടി സാഹചര്യത്തിൽ, കൂടാതെ അപ്രതീക്ഷിതമായി ന്യൂമോണിയ ബാധ കൂടി ബാധിച്ച സാഹചര്യത്തിൽ കൂടിയാണ് നേരത്തെ അദ്ദേഹത്തെ
ഇത്തരത്തിൽ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിനോടൊപ്പം രണ്ട് മക്കളുണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ ടെക്നീഷ്യൻ, മെഡിക്കൽ ഫിസിഷ്യനുണ്ട്, ഡോക്ടറുണ്ട്. കൂടാതെ മുതിർന്ന കോൺഗ്രസ് നേതാവായ ബെന്നി ബെഹനാനുണ്ട്. അവരെല്ലാം അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്യും. എന്തായാലും അല്പസമയത്തിന് തന്നെ എയർപോർട്ടിലേക്ക് വാഹനം എത്തും. അദ്ദേഹം ഇന്നോവ കാറിലാണ് വരുന്നത്. അത് കൂടാതെ കാറിനൊപ്പം തന്നെ ആംബുലൻസും ഉണ്ട്. അദ്ദേഹം നേരത്തെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാനാണ് കരുതിയിരുന്നത്. പക്ഷേ അത്തരത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല, ഇന്നോവയിൽ പോകാമെന്ന് അദ്ദേഹം തന്നെയാണ് ആശുപത്രി അധികൃതരോട് പറഞ്ഞത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് അദ്ദേഹത്തെ കാറിൽ തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് എത്തിക്കുന്നത്. നേരത്തെ കരുതിയിരുന്ന പ്രകാരമാണെങ്കിൽ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് നേരെ അദ്ദേഹത്തെ ആംബുലൻസ് തന്നെ ടെക്നിക്കൽ ഏരിയയിലേക്ക് മാറ്റുമെന്നുള്ളതാണ്. എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അല്പസമയത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ വാഹനമാണ് വരുന്നത്. മുന്നിൽ എസ്കോട്ടുണ്ട്. എസ്കോട്ടിൻ്റെ പിറകിലാണ് അദ്ദേഹത്തിൻ്റെ ഇന്നോവ കാർ വരുന്നത്. അതിൻ്റെ പിറകിൽ ആംബുലൻസ് ഉണ്ട്. പക്ഷേ ഇന്നോവ കാറിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം എയർപോർട്ടിലേക്ക് എത്തിക്കുകയാണ്. അദ്ദേഹമുള്ള ഇന്നോവ കാർ ഇവിടെ നിന്ന് ഇനി നേരെ സാധാരണ മുൻപ് പോയിരുന്നത് പോലെ തന്നെ ഡൊമസ്റ്റിക് എയർപോർട്ടിലെ പുറപ്പെടൽ കേന്ദ്രം ഡിപ്പാർച്ചർ ടെർമിനൽ വഴി അകത്തേക്ക് കയറും. അദ്ദേഹത്തിന് പോകാൻ വാഹനം അകത്തേക്ക് കയറ്റാൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറ്റാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. ചണ്ടി ഉമ്മനാണ് അദ്ദേഹത്തോടൊപ്പം കാറിൽ ഒപ്പമുള്ള ഒരാൾ. അദ്ദേഹത്തിൻ്റെ വാഹനം മാത്രം അകത്തേക്ക് കയറ്റി അതിലേക്ക് ഈ വാഹനത്തിൽ പിറകിലെ സീറ്റിൽ അദ്ദേഹമുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു മകൾ, അടുത്ത ബന്ധു അടക്കമുള്ളവരാണ് ഇപ്പോൾ കാറിലുള്ളത്. മൈക്ക് കിട്ടിയാൽ എന്തായാലും അദ്ദേഹം വിമാനത്താവളത്തിനകത്തേക്ക് കയറിയിട്ടുണ്ട്. വിമാനത്താവളത്തിനകത്തേക്ക് അദ്ദേഹത്തെ കടത്തി വിട്ടു. ഇനി നേരെ ചാർട്ടേഡ് വിമാനത്തിലേക്ക് പോകും. വിമാനത്തിലേക്ക് തന്നെയാണ് പോകുന്നത്.
ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, ആരൊക്കെ ഉണ്ട് അദ്ദേഹത്തിനൊപ്പം? ബന്ധുക്കളുണ്ട്, നേതാക്കൾ ആരെങ്കിലും ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ടോ? അവിടെ കോൺഗ്രസ് എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഒരുക്കുന്നു എന്ന് പറയുമ്പോഴും കൂടെ നേതാക്കൾ ഒപ്പം ചെല്ലുന്നുണ്ടോ? തിരുവനന്തപുരത്ത് നിന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകും. അവിടെ വിദഗ്ധ ചികിത്സ നടത്തും. മക്കൾ ചാണ്ടി ഉമ്മനും അച്ചു ഉമ്മനും കൂടെയുണ്ട്. നിംസ് ആശുപത്രിയിൽ ഉമ്മൻചാണ്ടി ചികിത്സയിലായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ആശുപത്രിയിലെ നിംസിലെ ചികിത്സയിൽ തൃപ്തികരമെന്നും ഉണ്ടായ വിവാദങ്ങളിൽ ദുഃഖമുണ്ടായെന്നുമൊക്കെ ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. ക്ഷീണിതനാണ്, അവശനാണ്, വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എങ്കിൽ പോലും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാവുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വിവാദങ്ങൾ, അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിലെല്ലാം വലിയ ദുഃഖമുണ്ടായി എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നിംസിലെ ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായാണിപ്പോൾ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്നത്. അല്പസമയത്തിനകം ചാർട്ടർ വിമാനത്തിൽ അദ്ദേഹത്തെ ബംഗളൂരുവിലെത്തിക്കും. തുടർന്നുള്ള ചികിത്സകൾ ബംഗളൂരുവിൽ നടക്കും എന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിനൊപ്പം ബന്ധുക്കളും എം ഹസനും ബെന്നി ബെഹനാനും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, ഈ നേതാക്കളൊക്കെ അദ്ദേഹത്തിനൊപ്പം പോകുന്നുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ ചികിത്സ? എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് നോക്കും എന്ന് പറയുന്നുണ്ട്. എന്തായാലും എയർപോർട്ടിനകത്തേക്ക് നേതാക്കളെല്ലാം പോയിട്ടുണ്ട്. കൂടാതെ MMSN, PC വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കളും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. എന്തായാലും പുറകിൽ വന്ന കാറിൽ അവരെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ഈ അദ്ദേഹത്തെ കൊണ്ടുപോയ വീൽ ചെയറിൽ ഇരുത്തിയാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. അതിനൊപ്പം അവരും അനുഗമിച്ചിരുന്നു. ഇനി ഇപ്പം നിലവിൽ അറിയാൻ കഴിയുന്നത് 8 പേരായിരിക്കും ബാംഗ്ലൂരിലേക്ക് അനുഗമിക്കുക എന്നുള്ളതാണ്. ബാംഗ്ലൂരിലേക്ക് 8 പേരുണ്ടാകും. അതായത് നിലവിൽ അറിയാൻ കഴിയുന്നത് ചാണ്ടി ഉമ്മൻ അടക്കമുള്ള 4 കുടുംബാംഗങ്ങളും, കൂടാതെ ഡോക്ടർ, മെഡിക്കൽ ഫിസിഷ്യൻ, ഫിസിയോതെറാപ്പിസ്റ്റ്, കൂടാതെ കോൺഗ്രസ് നേതാവായ ബെന്നി ബെഹനാൻ അടക്കമുള്ളവരാണ് ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. എന്തായാലും ബെന്നി ബെഹനാൻ അടക്കമുള്ളവർ, MM ഹസൻ അടക്കമുള്ളവർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ കുടുംബാംഗങ്ങൾ മാത്രമേ, PC വിഷ്ണുനാഥും MM ഹസനും ബെന്നി ബെഹനാൻ അടക്കമുള്ളവരും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും എന്നെ റിപ്പോർട്ട് വിട്ടോ? അതെല്ലാം പുള്ളി അവിടെ വെച്ച് എല്ലാവരോടും പറഞ്ഞു. പുള്ളിയുടെ ചികിത്സയെ കുറിച്ച് പറഞ്ഞോ? അതിനും പുള്ളിയും പറഞ്ഞു, ചാനലുകാരോട് പറഞ്ഞു. ഭാര്യയും മക്കളും ഉണ്ട്, കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ട്. എന്തായാലും കുടുംബാംഗങ്ങൾ മാത്രമാണ് അദ്ദേഹത്തെ അനുഗമിക്കുന്നത്. കുടുംബാംഗങ്ങൾ മാത്രമേ അദ്ദേഹത്തെ അനുഗമിക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യ, കൂടാതെ മകൾ അടക്കമുള്ളവർ മാത്രമാണ് ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോയിട്ടുള്ളത്. ബാക്കിയുള്ളവർ ബെന്നി ബെഹനാൻ, കൂടാതെ MMSN, PC വിഷ്ണുനാഥ് അടക്കമുള്ളവർ അദ്ദേഹത്തെ എയർപോർട്ടിലാക്കിയ ശേഷം പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് UDF കൺവീനർ MMSN പ്രതികരിച്ചത്. മറ്റു കൂടുതൽ പ്രതികരണത്തിനില്ല. അദ്ദേഹം നേരത്തെയും കൂടുതൽ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിരുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. എന്തായാലും കുടുംബാംഗങ്ങൾ മാത്രം. ഉമ്മൻചാണ്ടിയെ ബംഗളൂരുവിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് നേരത്തെ പ്രതികരിച്ചിരുന്നു. നിംസിലെ ചികിത്സയിൽ തൃപ്തിയാണെന്ന് അറിയിച്ചു. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വിവാദങ്ങൾ വിഷമിപ്പിച്ചു എന്നുള്ള കാര്യവും ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇപ്പോൾ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോവുകയാണ്. ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക് എത്താം. ഇടവേള.
വാർത്തകളിലേക്ക്. KU ജനീഷ് കുമാർ MLA-ക്കെതിരെ കോന്നി താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ നടത്തിയ വാട്സ്ആപ്പ് ചാറ്റ് പുറത്ത്. മുൻകൂട്ടി നിശ്ചയിച്ച നാടകമാണ് ഓഫീസിൽ നടന്നത്. MLA നാടകത്തിൽ നിറഞ്ഞാടി. ഹാജർ രജിസ്റ്റർ പരിശോധിക്കാൻ MLA-ക്ക് എന്ത് അധികാരമെന്നും ഉദ്യോഗസ്ഥർ ചാറ്റിൽ ചോദിക്കുന്നു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കോന്നി താലൂക്ക് ഓഫീസിനെ മോശമായി ചിത്രീകരിച്ചുവെന്നും വാട്സ്ആപ്പ് ചാറ്റിൽ പറയുന്നു. ആക്ഷേപവും പരിഹാസവും നേരിടാൻ ധൈര്യമുണ്ടെന്ന് KU ജനീഷ് കുമാർ MLA. വീഴ്ചയെ ന്യായീകരിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ ശ്രമം. ഡെപ്യൂട്ടി തഹസിൽദാർ നടത്തുന്നത് ഇതാണ്. റവന്യൂ മന്ത്രിയിൽ തനിക്ക് വലിയ വിശ്വാസമുണ്ട്. നവമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച ഡെപ്യൂട്ടി തഹസിൽദാർക്കെതിരെ നടപടി വേണമെന്നും ജനീഷ് കുമാർ ആവശ്യപ്പെട്ടു. കോന്നിക്ക് പിന്നാലെ കോഴിക്കോടും കൂട്ടാവധി. സബ് കളക്ടറുടെ ഓഫീസിൽ 33 ജീവനക്കാരിൽ 22 പേരും അവധിയെടുത്ത് സബ് കളക്ടറുടെ വിവാഹത്തിൽ പങ്കെടുത്തു. സ്റ്റാഫ് കുറവായതിനാൽ ഡെപ്യൂട്ടേഷനിലെത്തിയവരും അവധിയെടുത്തു. വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, കോന്നിയിലെ പ്രശ്നം തീർന്നിട്ടില്ല. ഇപ്പോഴും വലിയ സംഘർഷം MLA-യും ജീവനക്കാരും തമ്മിലൊക്കെ നടക്കുമ്പോഴാണ് ഇതേ സ്ഥിതി കോഴിക്കോടും വന്നിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? ധന്യ, ഈ മാസം 3-നാണ് കോഴിക്കോട് സബ് കളക്ടറായ ചെൽസ സിനിയുടെ വിവാഹം തിരുനെൽവേലിയിൽ നടന്നത്. ഇവിടെയാണ് ഈ സബ് കളക്ടറെ ഓഫീസിലുള്ള 33 ജീവനക്കാരിൽ 22 പേരും അവധിയെടുത്ത് വിവാഹത്തിന് പങ്കെടുത്തു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇവിടെ ആളില്ലാത്തത് കൊണ്ട് തന്നെ, ഇവിടെ നിരവധി ഭൂമി തരംമാറ്റലുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ആളില്ലാത്തത് കൊണ്ട് തന്നെ ഡെപ്യൂട്ടേഷനിൽ മറ്റു പല വകുപ്പുകളിൽ നിന്നും എത്തിയ ആളുകളും ഇവിടെ ഉണ്ട്. ഇവരെല്ലാം തന്നെയാണ് ഇങ്ങനെ കൂട്ടത്തോടെ അവധിയെടുത്ത് പോയിട്ടുള്ളത്. സ്റ്റാഫ് പൊതുവെ ഈ സബ് കളക്ടറുടെ ഓഫീസിൽ സ്റ്റാഫ് കുറവായിരുന്നു. അതുകൊണ്ടാണ് പല ആളുകളും ഡെപ്യൂട്ടേഷനിൽ എത്തിയത്. ഇവരെല്ലാം തന്നെ അവധിയെടുത്തു വിവാഹത്തിൽ പങ്കെടുക്കാൻ തിരുനെൽവേലിക്ക് യാത്ര തിരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ 3-ാം തീയതിയാണ് പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ കോന്നിയിലെയും മറ്റും സംഭവം പുറത്തു വന്നൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വിവരം കൂടി കോഴിക്കോട് നിന്ന് ലഭിക്കുന്നത്. ശരി, നന്ദി വിനേഷ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.